ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. എന്തായാലേ വൃത്തികേടായി കിടക്കുന്ന എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഞായറാഴ്ച ഒറ്റ ദിവസത്തെ റെസ്റ്റിന് തിങ്കളാഴ്ച എനിക്ക് മുട്ടം പണി കിട്ടിയ പരിപാടിയാണിത്. അപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകേണ്ടത്. അപ്പോൾ തുടക്കം മുതൽ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കിണറ്റിൽ പോയി വെള്ളം കോരി. മോട്ടർ കേടായത് കാരണം വെള്ളം കോരി തന്നെ എടുക്കണം. അപ്പോൾ വെള്ളം കോരി ഉള്ള പാത്രങ്ങൾ മുഴുവനും കൂട്ടിക്കൊണ്ടിട്ടിരിക്കുക. നമുക്ക് പാത്രം കഴുകിയതേ സൗകര്യമുള്ളൂ കേട്ടോ. ഇത് കണ്ടിട്ട് വൃത്തിയില്ല, അങ്ങനെയില്ല എന്നുള്ള കമൻറ്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു. എല്ലാ പാത്രങ്ങളും കൂടെ കൂട്ടി തേച്ച് മിനുക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പണിയായി. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പണിയായിട്ട് നമുക്ക് തന്നെ വന്നോളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ അത് ചെയ്ത് തീർക്കണം. പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഇച്ചിരീശായി ചെയ്ത് തീർക്കുക എന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ഉള്ള വീഡിയോ ആണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഈ പണികളൊക്കെ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ തരുന്നുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ എൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് ഞാനെങ്ങാനും ജീവിതത്തിൽ വിജയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഈ അവസ്ഥയൊക്കെ മാറിയൊരു നല്ലൊരു അവസ്ഥ പ്രതീക്ഷിക്കാത്ത മനുഷ്യന്മാരാരും ഇല്ലല്ലോ. അപ്പോൾ യൂട്യൂബ് കാരണം ഞാൻ രക്ഷപ്പെടുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങളെനിക്ക് നൽകുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും. ഇതിൽ മുഴുവനും ഈ വീഡിയോ മുഴുവനുമായിട്ട് മൊത്തം പണികൾ തന്നെയാണ്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണി, അത് ഒരു പാത്രമാണെങ്കിൽ ആ ഒരു പാത്രം കഴുകി അത് തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തു ചെയ്യും, ഒരു ദിവസം മുഴുവനും അതങ്ങ് കൂട്ടി, ആ ദിവസം മുഴുവനും ചിലപ്പോൾ ഇന്നലെ എത്രത്തോളം പാത്രം ഇന്നലെ കഴുകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ പാത്രമാണ് ഞാൻ കഴുകാതെ വെച്ചത് രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായി, ആ പാത്രമാണ് എനിക്ക് ഇത്രയധികം പാത്രങ്ങൾ വന്നത്. രാത്രി ഫുഡ് ഉണ്ടായിരുന്ന പാത്രം, ബാക്കി രാവിലെ കഴിച്ച പാത്രം എല്ലാം കൂടെ ചേർത്താണ് ഇത്രയും വന്നത്. അപ്പോൾ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ക്ലീനാക്കി വെക്കാം. പിന്നെ അടുക്കളയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുക്കള അലങ്കോലമായി. എത്ര ഒതുക്കി പെറുക്കി വെച്ചാലും നമ്മൾ ഒന്ന് കയറി ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് രാവിലെ ഉണ്ടാക്കി ഒരു ചായ വെക്കാനാണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് 2 പാത്രം, 4 ഗ്ലാസ്, എടുത്തു വെച്ച പഞ്ചസാര പാത്രം, അത് ഇത് എല്ലാം അവിടെ നിരത്തിയതായി. ഒരു കറി വെക്കാൻ എടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി മുഴുവനും നിരത്തി വെച്ചു. അത് അരിയാനെടുത്ത പാത്രം, അതിനു വേണ്ടി എടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ നിരത്തി. അതിൻ്റെ ഇടയിൽ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇടയിൽ കയറി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. എന്തിനെങ്കിലുമൊക്കെ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച് ഇട്ട ഒരു അവസ്ഥയാണ്. ഇതുവരെ എനിക്ക് തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ തീരുമാനിച്ചു, എന്ത് വന്നാലും വേണ്ടില്ല, അത്യാവശ്യം രാവിലെ തന്നെ എഴുന്നേക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, നാളെ കിടപ്പാലും വേണ്ടില്ല, ഇത് ഇത്രയും ക്ലീനാക്കി വെക്കുക. എന്നിട്ട് നാളെ മുതൽ ഒരു പുതിയ സ്റ്റൈല് അല്ലെങ്കിൽ പുതിയൊരു രീതി തുടങ്ങുക എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് ഇത്രയും. ഇനി നാളത്തെ കാര്യം ഇതിനേക്കാൾ അപ്പുറമായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. എന്നാലും നിവർത്തിയില്ല എന്നല്ല, എന്നാലും ഒരു നാളെ മുതൽ ഞാൻ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ചെയ്യണേ. അപ്പോൾ ഇത് എനിക്ക് തന്നെ ഒരു പാഠമാണ്. കാരണം മടിയും മല ചുമക്കുന്ന നമ്മളെ പണ്ടത്തെ കാരണവന്മാരും വിവരമുള്ളവരും പറയണത് വെറുതെ അല്ല. നമ്മൾ മടിച്ച് പിന്നെയെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങളും കൂടെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു പണി ഉണ്ടെന്ന് വെച്ചാൽ അത് പിന്നേക്ക് എന്ന് പറഞ്ഞ് വെക്കണ്ട, അത് അപ്പം ചെയ്ത് തീർക്കുക. നമുക്ക് 24 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ടല്ലേ. 24 മണിക്കൂറിൽ ഏറിപ്പോൾ ഒരു 8 or 7 പോയാൽ തന്നെ ഒരു 10 മണിക്കൂർ കിടന്നുറങ്ങിയെന്ന് വിചാരിച്ചോ, ബാക്കി സമയമുണ്ടല്ലോ. പക്ഷേ നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്ന സാധനം വേറൊന്നുമല്ല. ഇപ്പം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതുണ്ടല്ലോ, അതായത് വേറൊന്നിനല്ല, ഈ ഫോണിനെ തന്നെ. ഈ ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്നാൽ
എന്നെപ്പോലുള്ള മടിച്ച് വീട്ടമ്മമാരെ ഒതുക്കിയിരുത്തുന്ന ഒരു സാധനം എന്താണെന്നറിയോ? ഈ ഫോൺ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ഭാഗം സമയം ഇതിനകത്ത് തന്നെ ചിലവഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും, പിന്നെയും വന്നിട്ടുണ്ടും. ഇത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അടുക്കള ഫുള്ളും ക്ലീനായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കിടക്കുന്ന പണി തുണി അലക്കണം. 2 ദിവസത്തെ തുണി അലക്കില്ല. രാവിലെ എനിക്ക് നല്ല ചീത്ത കേട്ടു. അപ്പം പിന്നെ തുണിയൊക്കെ വാരിപ്പെറുക്കി ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? ഒരേ പണി ഒരേ സ്ഥലത്ത് ഒരുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ബോറടിക്കില്ലേ? അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം എല്ലാ തുണിയും വാരിക്കെട്ടി 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പുഴയിലോട്ട് ഞാനും കൊച്ചും അപ്പനെയും കൂടെ വിളിച്ച് ഞങ്ങൾ പുഴയിൽ പോയി പിന്നെ അവിടെ ഇരുന്ന് ഈ കണ്ടമാനം തുണികളൊക്കെ ഇരുന്നും കിടന്നും നിന്നും എങ്ങനെയൊക്കെയോ വാരിക്കൂട്ടി പെറുക്കി കഴുകിയെടുത്ത് കൊണ്ടുവന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി തുണി അലക്കാം കേട്ടോ. എത്ര തുണിയാണെന്നറിയില്ല, എങ്ങനെ പോയാലും തുണി അലക്ക്. പിന്നെ അതും കൂടെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അതെല്ലാം കൂടെ വിരിച്ചിട്ട് പിന്നെ നല്ല വെയിലുള്ളത് കാരണം ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ എല്ലാം മുറ്റത്തുകൂടെ വിരിച്ചിട്ട് അപ്പോഴും മുറ്റം കിടക്കണ കോലം കണ്ടില്ലേ? കാറ്റാണെന്ന് വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ ഒരു ദിവസം മുറ്റം അടിക്കാനും മറന്നുപോയതല്ല. ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് ആയിരുന്നു, ഞായറാഴ്ചയല്ലേ, എല്ലാവരും റെസ്റ്റ് എടുക്കുന്നത് ഞാൻ റെസ്റ്റ് എടുത്തു. ഇന്നലെ ഇപ്പം മുറ്റം അടിച്ചില്ല, അതിൻ്റെ പകരമാണ് മുറ്റം ഈ കോലം കിടക്കുക. ഇനി വൈകുന്നേരം ആകുമ്പോൾ വേണം മുറ്റം അടിച്ച് വൃത്തിയാക്കാൻ. സമയം ഏകദേശം 10-12 കഴിഞ്ഞു കേട്ടോ. എന്നാൽ ശരി കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ പോയി നോക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റ് ബെഡ് പോലും ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് വയ്യാത്ത കാരണം കുറച്ച് ലേറ്റായി എഴുന്നേറ്റ്. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടാളികൾ അവരുടെ കാര്യം നോക്കി എഴുന്നേറ്റ് പോയായിരുന്നു. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ടും സ്കൂളിൽ വിടേണ്ടത് കൊണ്ടും രാവിലെ ഞാൻ എഴുന്നേറ്റതിന് ശേഷം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാനുള്ള നേരം കിട്ടിയില്ല. ഇപ്പോഴാണ് ഒന്ന് വന്ന് കിടക്കാമെന്നുള്ള രീതിക്ക് വന്നപ്പോൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെ. പിന്നെ A to Z കാര്യങ്ങൾ ബെഡ്റൂമിൽ ചെയ്ത് ഒന്ന് നിവർത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 2 ആഴ്ചത്തെ തുണിയാണ് ഈ കിടക്കുന്നത്. 2 ആഴ്ച ഞാൻ ആ ഭാഗത്ത് നോക്കിയില്ല. എന്നാൽ ഏറ്റവും ഇല്ലേന്നില്ല പാട്ട് പാടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തുണിയാണ്. എന്നാലോ വീട്ടിൽ ഉള്ള സ്ഥലത്ത് എവിടെ നോക്കിയാലും തുണിയുള്ളൂ. നമുക്കാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നല്ല തുണികളൊക്കെ ഏകദേശം അലമാരയിൽ വെക്കും. പിന്നെ ഈ ചില തുണികളുണ്ട് കളയാൻ മനസ്സുമില്ല എന്നാൽ ആവശ്യമില്ല താനും. അതും എല്ലാം കൂടെ ഇതേപോലെ 2 കണ്ടെയ്നർ ഉണ്ട്, അതിനകത്തോട്ടിട്ട് വെക്കും. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഇങ്ങനെ അവിടെ തന്നെ എടുത്ത് വെക്കും. പിന്നെ ഉള്ള തുണിയൊക്കെ കൂടെ മടക്കി കുത്തിയ എല്ലാ നല്ല തുണികളും കൂടെ അലമാരയ്ക്കകത്ത് കയറ്റിയും വെക്കും. അപ്പോൾ ഈ അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ മടി തന്നെയാണ്. അപ്പം മാക്സിമം ലൈഫിൽ നിന്ന് മടി എടുത്ത് മാറ്റുക, എന്നിട്ട് നല്ല പ്രൊഡക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക.